വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് AV ടൈൽസ് ആൻഡ് സാനിറ്ററി. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന അമിത് ജോർജ്. ഫ്ലോറൽ പാറ്റേൺസ്, അതായത് ഹൈലൈറ്റഡ് ടൈൽസ്, ഏകദേശം ഒരു 4-5 വർഷം മുമ്പ് ട്രെൻഡ് ഔട്ട് ആയി പോയ ഒരു മെറ്റീരിയലാണ് ഫ്ലോറൽ പാറ്റേൺസ് ഭിത്തിയിൽ വരുന്നത്. ഇവിടെ ഒരെണ്ണം കാണാം, വേണ്ടേ, ഇവിടെ വേറൊരു പാറ്റേൺ. പക്ഷേ ഇപ്പം പൂർവാധികം ശക്തിയായിട്ട് ഈ ഫ്ലോറൽ പാറ്റേൺസ് വീണ്ടും ഡിമാൻഡിൽ വന്നിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് നല്ല കമ്പനീസ് നല്ല രീതിയിൽ പണ്ടത്തെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ട് എലഗന്റ് ആയിട്ട് ഫ്ലോറൽ പാറ്റേൺസുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഇതേപോലത്തെ 2 പുതിയ ഫ്ലോറൽ പാറ്റേൺസിന്റെ ആണ്. കമ്പനി RK സെറാമിക്സ് ഇന്ത്യ ലിമിറ്റഡ്. നമുക്കറിയാം, ഒരു 5-6 വർഷം മുമ്പ് വരെ, അതിനു മുമ്പ് ഒരു 10 വർഷം നമ്മുടെ ബാത്റൂംസ് എല്ലാം ഫ്ലോറൽ പാറ്റേൺസ് കൊണ്ട് നിറഞ്ഞിരുന്നതാണ്. ഞാനും അത് ഒരുപാട് സെല് ചെയ്തിട്ടുണ്ട്. ഒരു ഡാർക്ക് ടൈൽ, ഒരു ലൈറ്റ് ടൈൽ, ഹൈലൈറ്റർ, അതിന്റെ തന്നെ ഡാർക്കിന്റെ ഫ്ലോർ, ഇതായിരുന്നു സ്റ്റാൻഡേർഡ് പാറ്റേൺ. എന്നാൽ അത് 10 വർഷം ഒരു നീണ്ട കാലഘട്ടമാണ് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് നിലനിൽക്കാൻ. ഈവൻലി ഫേഡ് ഔട്ട് ആയി പോയി. പക്ഷേ ഞാൻ പേഴ്സണലി ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻസ് തിരിച്ച് വരുമെന്ന്. പക്ഷേ ടു മൈ സർപ്രൈസ് വളരെയധികം ശക്തിയായിട്ട്, പൂർവാധികം ശക്തിയായിട്ട് ഫ്ലോറൽ പാറ്റേൺസ് വീണ്ടും ഡിമാൻഡിൽ വന്നിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ RK സെറാമിക്സ് ഇന്ത്യ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സീരീസ് ഉണ്ടാക്കിയത്. ഈ സീരീസ് ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് വേറൊരു റെവല്യൂഷൻ കൂടെ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സീരീസ് വന്നതോടെ 4x2 ടൈൽസ് അബ്സല്യൂട്ട്ലി ബാത്റൂം ടൈലായി മാറിക്കഴിഞ്ഞു. അതായത് 4x2 ടൈൽസ് ഇപ്പം കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് 4x2 ടൈൽസിനെ ഫ്ലോർ സൊല്യൂഷൻ ആയിട്ട് മാത്രമല്ല ഈക്വലി ക്വാണ്ടിറ്റിയിൽ തന്നെ ബാത്റൂം ടൈൽസ് ആയിട്ടും കാണുന്നുണ്ട്. അത് അതിന്റെ ഇൻഡിക്കേറ്റർ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കഴിഞ്ഞ സ്റ്റെയിൻ കോൺക്രീറ്റിന്റെ എപ്പിസോഡ് ചെയ്ത സമയത്ത് ഇവിടെ ഡാസൽ ഗ്രെയിൻ, ഡാസൽ മർഫിലിന്റെ ഡിസ്പ്ലേ ആയിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ലാസ്റ്റ് ഡേ ആ ഒരു ഡിസ്പ്ലേയുടെ. അത് കഴിഞ്ഞ് അത് മാറ്റുമെന്ന്. അത് മാറ്റി അതിന്റെ സ്ഥാനത്ത് അടുത്ത ഈ ഒരു ടൈലാണ് ഇവിടെ പ്ലാന്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ വ്യത്യാസം, അതായത് മുൻകാലങ്ങളിൽ ഉള്ള ഫ്ലോറൽ പാറ്റേൺസിൽ നിന്നും ഈ ഫ്ലോറൽ പാറ്റേൺസിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യത്തെ വ്യത്യാസം, പണ്ട് വന്ന എല്ലാം സിറാമിക് ടൈൽസ് ആയിരുന്നു, ചെറിയ ടൈൽസ് ആയിരുന്നു. അപ്പോൾ ഉപയോഗിക്കാൻ ഈസി ആയിരുന്നു. നമുക്ക് സ്പേസർ വെച്ചോണ്ടോ സ്പേസർ ഇല്ലാതെയോ ഒക്കെ നമുക്കത് ഒട്ടിക്കായിരുന്നു. സ്പേസർ ഇല്ലാതെ ആയിരുന്നു 90% ടൈൽസ് ആണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത്, വിച്ച് ഈസ് ഓക്കെ വിത്ത് സിറാമിക് ടൈൽസ്. അത് സിമെന്റിൽ ഒട്ടിക്കായിരുന്നു, അത് സിമെന്റിൽ തന്നെ ഒട്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പുതിയ ഐറ്ററേഷനിൽ വരുമ്പം ടെക്നിക്കലി വന്ന ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന ടൈൽസ് എല്ലാം വിട്രിഫൈഡ് ടൈൽസ് ആണ്. സോ വിട്രിഫൈഡ് ടൈൽസ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി വാർപ്പേജ്, അതായത് പൊളവിന് ഗ്യാരണ്ടി ഇല്ല. സോ ഡെഫിനറ്റ്ലി നമ്മൾ മിനിമം 3 mm സ്പേസർ എങ്കിലും ഇതിന് ഉപയോഗിച്ചിരിക്കണം. വിട്രിഫൈഡ് ടൈൽസ് സിമെന്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പേസ്റ്റിൽ തന്നെ, അതായത് ടൈൽ അദസീവിൽ തന്നെ ഉപയോഗിക്കണം. ടൈൽ അദസീവിനകത്ത് സിമെന്റ് മിക്സ് ചെയ്യാനും പാടില്ല, ഈവൻ ഒരു സ്പൂൺ പോലും മിക്സ് ചെയ്യാൻ പാടില്ല. സോ ഇതാണ് ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്. ഇനി ഇതിന്റെ എസ്തെറ്റിക് ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ, പണ്ട് നമുക്കറിയാം ഒരു ഡാർക്ക് ടൈല്, ഒരു ലൈറ്റ് ടൈല്, ഈ ഡാർക്കിന്റെയും ലൈറ്റിന്റെയും കുറച്ച് എലിമെന്റ്സും ചേർത്തായിരിക്കും ഹൈലൈറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം വന്നേക്കുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ഹൈലൈറ്റർ പ്രിന്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷേ ഇതിന്റെ ബേസ് നോർമൽ ടൈൽ, അതായത് ബേസ് ടൈലിന്റെ അതേ പ്രിന്റ് ആണ് ഹൈലൈറ്ററിന്റെയും ബേസ്. പക്ഷെ ആ ബേസിന്റെ പുറത്ത് ഒരു പ്രിന്റ്, ഒരു പുതിയൊരു പ്രിന്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു പ്രിന്റ് അതിന്റെ പുറത്ത് ചെയ്തേക്കുവാണ്. സോ വിച്ച് മീൻസ് ഈ ടൈൽസ് പണ്ടത്തെക്കാട്ടിലും ഒരുപാട് സിമ്പിൾ ആണ്. ഇതിനകത്ത് ഡാർക്ക് എലിമെന്റ് ഇല്ല. സോ നമുക്ക് കാണാം, നമ്മൾ ഫ്ലോറിൽ വിരിച്ചേക്കുന്ന മറ്റൊരു ടൈലാണ്. അത് ഈ ടൈലിന്റെ കൂടെ വരുന്ന ഫ്ലോർ ടൈൽ അല്ല, നമ്മൾ ഇതുമായിട്ട് ചേരുന്ന ഒരു ഫ്ലോർ, നല്ല ഗ്രിപ്പുള്ള RKയുടെ തന്നെ ഒരു ഫ്ലോർ ആണ് ഇവിടെ വിരിച്ചേക്കുന്നത്. സോ ബേസിക്കലി ആ വാൾ ടൈൽ എന്ത് കാണുന്നു ആ പ്രിന്റ് ഈ ഫ്ലവറിന്റെ ബാക്കിലും ഉണ്ട്. സോ അതിന്റെ പുറത്ത് ഫ്ലവർ വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. സോ ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ്, വളരെ എലിഗന്റ് ആണ്. പണ്ടത്തെ ബാത്റൂംസ് നമുക്കറിയാം ഒരു 5-6 വർഷം കഴിയുമ്പോൾ നമുക്ക് മടുത്തു തുടങ്ങും കണ്ട്, കാരണം അതിനകത്ത് ഒരുപാട് എലിമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഡിസൈൻ പാറ്റേൺസ്, നമ്മുടെ വിഷ്വൽ സൊഫിസ്റ്റിക്കേഷൻ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇനി വരുന്ന ടൈൽസ് നമുക്ക് 5 വർഷമല്ല 20 വർഷം കഴിഞ്ഞാലും നമുക്കിത് മടുക്കത്തില്ല. ഓരോ ദിവസവും ബാത്റൂമിൽ കയറുമ്പോൾ അതിന്റെ ഫ്രഷ്നെസ് അവിടെ തന്നെ കാണും. നമുക്കറിയാം ഇത് ഇച്ചിരി സ്വല്പം വലിയ ഒരു പ്രിന്റ് ആണ്, ഓൾമോസ്റ്റ് ഒരു ആബ്സ്ട്രാക്ട് ലെവലിലോട്ട് പോകുന്ന ഒരു പ്രിന്റ് ആണ്. കാരണം നമുക്കറിയാം നേച്ചറിൽ ഇത്രയും വലിയ ഫ്ലവർ ഉണ്ടാകാറില്ല. സോ പ്രിന്റ് ഇത്രയും വലുതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു ആബ്സ്ട്രാക്ട് ലെവലിലോട്ട് പോകും. ആബ്സ്ട്രാക്ട് ലെവൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മടുക്കാത്ത പ്രിന്റ്സിലേക്ക് പോകും. സോ ഇതാണ് നമ്മൾ ഇപ്പം ഇറക്കിയേക്കുന്ന 2 പാറ്റേൺസിലെ ഒരു പാറ്റേൺ, വണ്ടർ മാർബെല്ല. സോ വണ്ടർ മാർബെല്ല ലൈറ്റ് ബീച്ച്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം.
നമ്മൾ പറഞ്ഞ് 2 പുതിയ ഡിസൈൻസ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ കണ്ട്, രണ്ടാമത്തെയാണ് ഐറിസ് ബിയാങ്കോ ഡെക്കോറും അതിന്റെ ബേസ് സ്റ്റൈലും. സോ നേരത്തെ കണ്ട് ആ സിംപ്ലിസിറ്റി ഫാക്ടർ ഇവിടെ ഉണ്ട്. ബേസ് സ്റ്റൈല് ഐറിസ് ബിയാങ്കോ, അതിന്റെ ഡെക്കോർ ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ ആ ബേസ് സ്റ്റൈലിന്റെ പ്രിന്റിന്റെ പുറത്താണ് ഡെക്കോറിന്റെ പ്രിന്റ് വരുന്നത്. സോ വിച്ച് മീൻസ് ആ ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവത്തില്ല. ബാത്റൂമിനകത്ത് നമ്മൾ ടൈൽ ഒട്ടിച്ച് ഇങ്ങനെ വരുമ്പോൾ, സിംഗിൾ പീസ് ടൈൽ ഒട്ടിച്ച് വരുമ്പം ആ ഒരു ടൈൽ ഒട്ടിച്ചതിന്റെ പുറത്ത് ഒരു പ്രിന്റ് ചെയ്തതായിട്ട് ഇത് തോന്നത്തുള്ളൂ. സോ വിച്ച് മീൻസ് ആ കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവത്തില്ല. സോ ബാത്റൂംസിന് കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ഫീൽ അതിനകത്ത് വരുന്നതായിരിക്കും. ഇനി ഇതിന്റെ ഫ്ലോറൽ പാറ്റേൺസ് എന്ന് പറയുന്നത് ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. നമ്മളിപ്പോൾ ശരിക്കും എംബ്രോയിഡറി റിംഗ് എടുത്തിട്ട് അതിനകത്ത് ഒരു ക്ലോത്ത് ഇട്ടിട്ട് അതിനകത്ത് എംബ്രോയിഡറി ചെയ്ത് ഒരു ലീഫും ഫ്ലവറും അതിന്റെ സ്റ്റെംസിന്റെ ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതിനകത്ത് ലീഫിന് അഗെയിൻ ഒരു ആബ്സ്ട്രാക്ട് ഫീൽ ഉണ്ട്. ആബ്സ്ട്രാക്ട് ഫീൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോർമലി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും മാറിയ ഒരു സാധനം കാണുമ്പോഴാണ് അതിനെ ആബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അത് ആബ്സ്ട്രാക്ടിന്റെ ഒരു ഡെഫിനേഷനാണ്. സോ ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഫ്ലവർ ലീഫിന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കളർ ലീഫിന് പച്ചയും ഫ്ലവറിന് വേറൊരു കളറുമാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് ഒരു ഡിസൈൻ ആണ്. സ്റ്റെം എല്ലാം ബ്രൗൺ കളറാണ്. ഒരിക്കലും പ്ലാന്റ്സിന്റെ സ്റ്റെം ബ്രൗൺ കളർ ആവത്തില്ല, അത് ഗ്രീൻ കളർ ആയിരിക്കും. സ്റ്റെം ബ്രൗൺ കളറാണ്. ലീഫിനകത്ത് ബ്ലൂ കളറിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഫ്ലവറിനകത്ത് പെറ്റൽസിനകത്ത് സെയിം ബ്ലൂ കളറിൽ എംബ്രോയിഡറി ചെയ്ത ഒരു ഫീലാണ്. സോ ബേസിക്കലി ഒരു എംബ്രോയിഡറി ചെയ്ത ഒരു ഫീലാണ്. ഹെവിലി അബ്സ്ട്രാക്ട് ലുക്ക് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, ടൈംലെസ് ആണ്. ഒരു കാലത്തും ഈ ബാത്റൂം പഴകി പോകത്തില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ബേസ് സ്റ്റൈല് മർഫിലാണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഫ്ലോർ ഒരു ബ്ലൂ ഫ്ലോറാണ്. ബ്ലൂ ഫ്ലോർ ചേരുന്ന വെച്ചാൽ ഈ ലീഫിനകത്തും പെറ്റൽസിനകത്തും ചെയ്തേക്കുന്ന ബ്ലൂ എംബ്രോയിഡറി ആയിട്ട് ചേർത്താണ് നമ്മൾ ഈ ബ്ലൂ ഫ്ലോർ ഇട്ടേക്കുന്നത്. അപ്പം രണ്ടും വെൽ റിസീവ്ഡ്. ഒരു ദിവസം ആയതേ ഉള്ളൂ ഡിസ്പ്ലേ ഇട്ടിട്ട്, പക്ഷേ ഓൾറെഡി നല്ല ഡിമാൻഡ് ആയി കഴിഞ്ഞതിന്. സോ ഇത് വന്നിട്ട് 1 മാസമായി, പക്ഷേ ഇത് അല്ലാതെ ഡിസ്പ്ലേ ഇട്ടിട്ട് ആർക്കും അങ്ങോട്ട് ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രോപ്പർ ഡിസ്പ്ലേ വന്നു കഴിഞ്ഞപ്പം ഇറ്റ് ഈസ് വെൽ റിസീവ്ഡ്. ഇനി ഇതിന്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസ് മർഫിലാണ്. ഐറിസ് ബിയാങ്കോടെ മാർബിളാടെ ബേസ് ഒരു ടോപ്പേ ആണ്. സോ നമുക്ക് ഈ അറിയാം മർഫിൽ, ടോപ്പേ, ബേജ്, ഇതുപോലത്തെ ഈ പുതിയ പേരുകൾ നമുക്ക് ഇപ്പം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും 2 വാക്ക് പറയാം. ഈ കളേഴ്സ് ആക്ച്വലി മർഫിൽ, ടോപ്പേ എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഇന്റർമീഡിയറ്റ് കളേഴ്സ് ആണ്. അതായത് നമുക്ക് ആക്ച്വൽ നേച്ചറിൽ ഈ കളർ കാണാൻ കിട്ടത്തില്ല. പക്ഷെ കിട്ടുന്ന കളേഴ്സിൽ നിന്ന് കുറച്ച് ബ്ലാക്സ്, അതെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയന്റ് കളേഴ്സിനെ ഒന്ന് ഓൾട്ടർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളേഴ്സ് ആണ്. സോ ഈ കാലഘട്ടത്തിന്റെ കളറാണ്. അബ്സല്യൂട്ട്ലി ടൈംലെസ് മെറ്റീരിയൽ ആണ്. സോ RAKയുടെ ഐറിസ് ബിയാങ്കോ ആൻഡ് വണ്ടർ മാർബെല്ല ഫോർ യു. യു ക്യാൻ കം ആൻഡ് ബൈ എനി ടൈം ലൈക്ക് ദാറ്റ്.